ഹായ്, ഈ വീഡിയോയിലൂടെ പത്മാസനം അഥവാ ലോട്ടസ് പോസ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് ചെയ്യാം എന്നതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യമേ ഇതേപോലെ ഒരു മാച്ചിൽ വളരെ പീസ്ഫുൾ ആയിട്ട് നമ്മൾ ചമ്മറപ്പടിയിട്ട് ഇരിക്കുക. പത്മാസനം ഒരു സിറ്റിംഗ് പോസ്ചറാണ്. യോഗയിലെ തന്നെ ഒരു സിറ്റിംഗ് പോസാണ് പത്മാസനം വരുന്നത്. അതുപോലെ തന്നെ പത്മാസനം ബിഗിനേഴ്സ് ലെവലിൽ ചെയ്യുന്ന ഒരു ആസനമല്ല. ഓൾറെഡി യോഗാസ് ഒക്കെ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്ത് ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉള്ളവർക്കാണ് കൂടുതലും പത്മാസനം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ ഈ ഒരു പോസ്ചർ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആദ്യമേ കാണിച്ചു തരാം. ചമ്രപ്പടി ഇട്ട് നമ്മൾ നമ്മുടെ സ്പൈൻ നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം. അതിനുശേഷം നമ്മുടെ ഒരു വശത്ത് ഇടതേ കാലോ വലതേ കാലോ ഏത് കാലാണ് കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദ്യമേ നമ്മളുടെ ഈ തൈസിന്റെ ഒറിജിൻ ആ ഒരു പാർട്ടിലേക്ക് പ്രോപ്പർ ആയിട്ട് ഇതേപോലെ പ്ലേസ് ചെയ്യുക. അതിനുശേഷം അടുത്ത കാല് വളരെ ലൈറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് എടുത്ത് അടുത്ത തൈസിന്റെ ഒറിജിനിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യുക. ഇതൊരു മെഡിറ്റേഷൻ പോസ് കൂടിയാണ്. മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്തും ഈ ഒരു പത്മാസനം പോസ്ചർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്പൈൻ നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം. സ്പൈൻ ഒരിക്കലും ഇങ്ങനെ വളഞ്ഞോ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചെരിഞ്ഞോ അങ്ങനെ ആവരുത്. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്പൈൻ വെച്ചിട്ട് വേണം നമ്മൾ ഇരിക്കാനായിട്ട്. ഈ ഒരു പോസ്റ്ററിൽ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ കൈ ചിന്മുദ്ര അഥവാ ജ്ഞാനമുദ്രയിലൊക്കെ ഇതുപോലെ വെച്ചിട്ട് നമ്മൾക്ക് മെഡിറ്റേഷൻ പോസ്റ്റർ ആയിട്ടും പത്മാസനം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബിഗിനർ ലെവലിൽ പത്മാസനം പ്രാക്ടീസ് ചെയ്യുക അത്ര ഈസി അല്ല. ചിലവർക്ക് ഓൾറെഡി നല്ല ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി പത്മാസനം ബിഗിനർ ലെവൽ അല്ലെങ്കിൽ പോലും നമുക്ക് ചില എക്സസൈസസ് അതല്ലെങ്കിൽ ഇതിനോട് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില പോസസ് ഉണ്ട്. ആ പോസസ് നമ്മൾ പത്മാസനം കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. അതിനകത്ത് ഫസ്റ്റ് പോസ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പത്മാസനം ചെയ്യുന്നതിന് പ്രയർ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കുറച്ച് പോസസ് ആണ്. അതിൽ ഫസ്റ്റ് പോസ് ശലഭാസനം അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പോസ് എന്ന് പറയും. ഇത് ഒരു ബിഗിനർ ലെവലിലുള്ള ആർക്ക് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു ആസനമാണ്. നമ്മൾ കാലുകൾ ഇതേപോലെ ഇങ്ങനെ വിരിച്ചു വെക്കണം. രണ്ട് കൈകളും കോർത്ത് കാലിലൂടെ ഇതേപോലെ വെച്ച് സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ഫ്ലാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കിത് നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു ബട്ടർഫ്ലൈയുടെ ചിറകടിക്കുന്നത് പോലെ തന്നെയായിരിക്കും ഈ പോസ്റ്റർ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതിന് ശലഭാസനം എന്ന പേര് വന്നത്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ പെൽവിക് ഏരിയയിലുള്ള നമുക്ക് ആ ഒരു എന്താ പറയാ അവിടെ എന്തെങ്കിലും ഒരു ഫ്ലെക്സിബിലിറ്റി കുറവുള്ള ആൾക്കാർക്ക് പെൽവിക് ഏരിയ ഒക്കെ ഒന്ന് ഓപ്പൺ ആവാനും ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും പെട്ടെന്ന് അവിടെ നമുക്കൊരു മൂവ്മെന്റ് കൊണ്ടുവരാനും സാധിക്കും. അപ്പൊ കുറെ കൂടെ നമുക്ക് പത്മാസനം ചെയ്യാൻ ഈസി ആയിട്ട് വരും. അപ്പൊ ഈ ഒരു ആസനം നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ആസനമാണ് തൊട്ടിലാസനം അഥവാ ക്രാഡിൽ പോസ് എന്ന് പറയും. കാലിങ്ങനെ ഗ്രാബ് ചെയ്ത് ശരീരത്തിനോട് അടുപ്പിച്ച് ഇതേപോലെ നമ്മൾ ആട്ടുകയാണ്. അപ്പൊ ഈ ആസനം ചെയ്യുമ്പോഴും നമ്മുടെ ഇവിടെ നിന്ന് ആ ഹിപ്പിന്റെ ജോയിന്റിന്റെ ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ആവും. ഈ രണ്ട് ആസനാസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പത്മാസനത്തിലേക്ക് പോകുന്നതായിരിക്കും ഈസി ആവുക. രണ്ടു കാലം ഇതേപോലെ നമ്മൾ ശരീരത്തിനോട് ഗ്രാബ് ചെയ്ത് ഇതുപോലെ ചെയ്യുകയാണ് വേണ്ടത്. ഈ രണ്ട് ആസനാസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ചിലവരുടെ പ്രശ്നം ഈ മുട്ടുകൾ ഒത്തിരി ചിലവർക്ക് ഇങ്ങനെ പൊന്തിയായിരിക്കും നിൽക്കുക. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് നമ്മൾ പതിയെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചില കുഞ്ഞു എക്സസൈസസ് ചെയ്തിട്ട് വേണം പിന്നീട് നമ്മൾ പത്മാസനത്തിലേക്ക് പോകാൻ. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടെ പത്മാസനം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. കാലിങ്ങനെ ഗ്രാബ് ചെയ്ത് വെക്കുന്നു, ഈ കാലും ഇതുപോലെ ഗ്രാബ് ചെയ്ത് വെക്കുന്നു. നമുക്കിത് സിറ്റിംഗ് പോസ്റ്റർ ആയിട്ടും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ മെഡിറ്റേഷൻ പോസ് ആയിട്ടും യൂസ് ചെയ്യാം. ഇനി ഇതിന്റെ ബെനിഫിറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ സ്പിരിച്വൽ ലെവലിൽ നമ്മുടെ മണിപ്പൂര ചക്ര അതല്ലെങ്കിൽ നമ്മുടെ മൂലാധാര ചക്ര ഈ ചക്രയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഈ ആസനം ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കൂടാതെ തന്നെ നമ്മുടെ സ്പൈൻ്റെ പോസ്റ്റർ കറക്റ്റ് ആവാനും നമ്മുടെ ലെഗിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടാനും നമ്മുടെ പെൽവിക്കിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യാനും ലേഡീസിന് PCOD പോലുള്ള ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ടോട്ടലി ഒരു പെൽവിക് സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആസനമാണ് പത്മാസനം. താങ്ക് യു.